CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഉത്സവാന്തരീക്ഷം തീർത്ത് CCTVയുടെ രജത ജൂബിലി ആഘോഷം. നൃത്ത സംഗീത ഹാസ്യവിരുന്നും കുടുംബസംഗമവും കലാപരിപാടികളും വിവിധ പ്രകാശന ചടങ്ങുകളും വർണ്ണാഭമായി. നിരവധി കുടുംബങ്ങൾക്ക് അത്താണിയായി മാറാൻ CCTV പോലുള്ള കേബിൾ കൂട്ടായ്മ സംരംഭങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. CCTV സിൽവർ ജൂബിലി ആഘോഷം അവിസ്മരണീയമാക്കി കലാവിരുന്ന്. വൈവിധ്യമാർന്ന നൃത്ത സംഗീത പ്രകടനങ്ങൾ കാഴ്ചക്കാരുടെ മനം കവർന്നു. സംഗീത വിരുന്നൊരുക്കിയത് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 കലാകാരന്മാർ. പന്നിത്തളം സെന്ററിൽ വീണ്ടും അപകടം. കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ആദൂർ സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത്. വേലൂർ പഞ്ചായത്തിലെ വെള്ളാറ്റഞ്ഞൂർ തെക്ക് വാർഡിൽ പുനരുദ്ധാരണം നടത്തിയ പഴയങ്ങാടി കുളത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ഗുരുവായൂരിൽ ഓട്ടോ തൊഴിലാളികൾ ശനിയാഴ്ച മുതൽ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. ഔട്ടർ റിംഗ് റോഡിലെ വൺവേ സംവിധാനത്തിൽ നിന്ന് ഓട്ടോറിക്ഷകളെ ഒഴിവാക്കി. ഗുരുവായൂർ നഗരസഭ 12-ാം വാർഡിൽ അങ്ങാടിത്താഴം ജുമാ മസ്ജിദ് പരിസരത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. മമ്മിയൂർ LF കോൺവെന്റ് UP സ്കൂളിൽ പേവിഷബാധ നിയന്ത്രണം സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചാലിശ്ശേരിയെ ദുഃഖത്തിലാഴ്ത്തി ശിവശങ്കരൻ വെളിച്ചപ്പാട് വിടവാങ്ങി. 5 പതിറ്റാണ്ടോളം ഒലേമ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ കോമരമായി ദേവീസന്നിധിയിൽ പാദസേവ ചെയ്ത ശിവശങ്കരൻ വെളിച്ചപ്പാടാണ് അന്തരിച്ചത്. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് വീട്ടുവളപ്പിൽ നടത്തി. ഗുരുവായൂർ നഗരസഭ ഭിന്നശേഷി കലാമേള സർഗോത്സവം ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ താമരയൂർ മെട്രോലിങ്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ എൽദോമാർ ബസേലിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറി. എരുമപ്പെട്ടി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ജീവധാര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണവും അടിയന്തര ഘട്ടങ്ങളിലെ പ്രഥമ ശുശ്രൂഷ പരിചരണ പരിശീലന ക്ലാസും നടത്തി. കുന്നംകുളം തെക്കേ അങ്ങാടി സെന്റ് മത്യാസ് പള്ളിയിലെ പ്രധാന പെരുന്നാളായി ആഘോഷിക്കുന്ന വിശുദ്ധ മത്യാസ് ശ്ലീഹായുടെ ഓർമ്മ പെരുന്നാളിനെ കൊടിയേറി. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. കരിയന്നൂർ പുത്തൂർ വീട്ടിൽ വർഗീസിനാണ് പരിക്കേറ്റത്. കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 84-85 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ മെഗാ സംഗമം സ്മൃതിലയം 2025 സംഘടിപ്പിച്ചു. കടപ്പുറം പഞ്ചായത്ത് കുടുംബശ്രീ CDSന് സമഗ്ര പ്രവർത്തന മികവിനുള്ള ISO പുരസ്കാരം. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്തും കുടുംബശ്രീ ചെയർപേഴ്സൺ ഫൗസിയ ഉമറും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഇസ്രായേൽ ഭീകരതയുടെ ഇരയായ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് DYFI ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. തലക്കോട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് വൈവിധ് 25 സമാപിച്ചു. രാജ്യത്ത് BJP നടത്തിയ വോട്ടുകൾക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൻ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. പുന്നയിലെ രൂക്ഷമായ തെരുവുനായ ശല്യവും പുന്ന പുതിയറ റോഡിന്റെ ശോചനീയാവസ്ഥയും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI നേതൃത്വത്തിൽ ചാവക്കാട് മുനിസിപ്പൽ സെക്രട്ടറിക്ക് പരാതി നൽകി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.